ഖുർആൻ പറയുകയാ, ആ കടലിനടിയിൽ കിടക്കുന്ന തിമിംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിനകത്തകപ്പെട്ടപ്പോ എല്ലാ വഴികളും അടന്നിടോ. ഞാനും നിങ്ങളും ജീവിതകാലം മുഴുവനും തലകുത്തി കിടന്നു നോക്കിയാൽ ആ മീനിന്റെ വയറിനകത്ത് വിട്ടുപോയ ഒരു മനുഷ്യരെ എങ്ങനെയാണോ രക്ഷപ്പെടുത്താൻ കഴിയുന്നത്? വെള്ളത്തിന്റെ അടിയിൽ പോകുന്നവന്റെ അവസ്ഥ എന്താ? കേരളത്തിലുള്ള അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പിടച്ചവനെ ആ ലോറിയുമായിട്ട് നിങ്ങളുടെ പരിസരത്ത് കർണാടകയിലല്ലേ അല്ലാഹുവേ ഉരുൾപൊട്ടികെട്ട് മണ്ണിടിഞ്ഞ് വീണ് വെള്ളത്തിന്റെ അകത്ത് വീണിട്ട് ആ ചെറുപ്പക്കാരന്റെ ജനാസ വണ്ടിയോടെ വീണ് തടിയോടെ വീണു. അവസാനം കണ്ടുപിടിക്കാൻ മാസങ്ങളെടുത്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടാനാ? എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു. എന്നാ യൂനുസിന് പ്രതീക്ഷയുണ്ടായിരുന്നടോ. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് പ്രതീക്ഷയുണ്ടായിരുന്നു. അവിടെ നിന്ന് വിളിക്കുന്നു, വനാദാ ഫിൽലുമാത്ത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. അല്ലാഹുവേ, എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും തമ്പുരാന്, എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും തമ്പുരാന്, എന്നെ നീ സഹായിക്കണേ അല്ലാ. അല്ല തന്നെ പറയുകയാ, ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസങ്ങാടം അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാട് വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ, അല്ലാഹുവേ, യൂനുസ് നബി അവിടെ കിടന്ന് ദുആ ചെയ്തപ്പോ ആഴ്ചകൾ കഴിഞ്ഞപ്പോ ആ മീൻ തന്നെ യൂനുസ് നബിയെ കരയിൽ കൊണ്ടുവന്ന് ജീവനോടെ തിരിച്ചു തന്നു എന്ന് ചരിത്രം അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ, ഇതിനാ ദുആ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? ഈ യൂനുസ് നബി ആ കടലിന്റെ അടിയിൽ കിടക്കുമ്പോൾ ഈ യൂനുസ് നബിക്കറിയാം, എന്റെ റബ്ബെന്നെ സഹായിക്കും, എന്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തും. അതിനാണ് ദുആ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാനോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ?